കഴിഞ്ഞ ദിവസമായിരുന്നു പാർവതിയും ജയറാമും കൂടി ഒരു വീടിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രം പങ്കുവച്ചത്. അതിന്റെ വീഡിയോയും ഉണ്ടായിരുന്നു. ആർക്കിടെക്റ്റ് തന്നെയാണ് ഈ വീഡിയോ പങ്കുവച്ചത്. എന്നാൽ ആ വീഡിയോയിൽ എല്ലാവരും ശ്രദ്ധിച്ചത് ഇവരുടെ പുതിയ വിശേഷം മാത്രമല്ല, മറിച്ച് പാർവതിയോടൊപ്പം ഓടി നടക്കുന്ന പാർവതിയുടെ മരുമകൾ താരിണിയെക്കുറിച്ച് കൂടിയാണ്. രണ്ടു മക്കളുണ്ടായിട്ടും പാർവതിയോടൊപ്പം ഭൂരിഭാഗം സമയത്തും എല്ലാവരും കാണുന്നത് താരിണിയെ തന്നെയാണ്. ചക്കി വിദേശത്തായതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗം സമയത്തും എപ്പോഴും പാർവതിയോടൊപ്പം താരിണി ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. എന്നാൽ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടത് താരിണിയുടെ കൈ ഒടിഞ്ഞിരിക്കുന്നു എന്നതാണ്. കയ്യിൽ ബാൻഡേജ് ഇട്ടിരിക്കുന്നതും എല്ലാവരും കണ്ടു. എന്നിട്ടും ഈ ഒരു വിശേഷ ദിവസം അമ്മയോടൊപ്പം അച്ഛനോടൊപ്പം നിൽക്കാൻ താരിണി കാരിച്ച ആ മനസ്സ് തന്നെയാണ് പാർവതിയുടെ ഭാഗ്യം എന്ന് പറയുന്നു. പാർവതി എങ്ങനെയാണോ കണ്ണനെയും ചക്കിയെയും വളർത്തിയത്, അതിൻ്റെ ഒരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലഭിക്കുന്നത് എന്ന് തന്നെയാണ് പ്രേക്ഷകരും പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഈ വാർത്ത ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നുകൂടി നമുക്ക് പറയാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് അത് വളരെയധികം ഇഷ്ടമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ താരണിയോടൊപ്പം പിന്തുണയാണ് അറിയിക്കുന്നത്. പാർവതിയുടെ ഭാഗ്യമാണ് ഇങ്ങനൊരു മരുമകൾ. ആദ്യം കാളിദാസ് ഇങ്ങനൊരു വിവാഹം കഴിക്കുന്നുവെന്നും കുട്ടി ബോംബെയിൽ നിന്നാണ് എന്നും കലിംഗർ കുടുംബത്തിലുള്ളതാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ നമ്മുടെ ഒരു സംസ്കാരവുമായി ചേരുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ഒരു പ്രശ്നം. ജയറാമും പാർവതിയും വിവാഹം കഴിഞ്ഞ് ഭൂരിഭാഗം നാളുകളും അവിടെ ചെന്നൈയിൽ തന്നെ ആയിരുന്നുവെങ്കിലും, കാളിദാസും ചക്കിയും ജനിച്ചതും ചെന്നൈയിലായിരുന്നുവെങ്കിലും പ്രേക്ഷകർക്കറിയാം ഇവർക്കൊരു മലയാള തനിമ നന്നായി ഉണ്ട് എന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കലിംഗർ കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ തമിഴാണെങ്കിലും അവർ ഒരു രീതിയിൽ തന്നെ മറ്റു കൾച്ചർ അംഗീകരിക്കുന്നവരാണ്. ഇതെല്ലാം ചേർന്ന് പോകുമോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം. പോരാഞ്ഞിട്ട് താരിണി ഒരു മോഡൽ കൂടി ആയപ്പോൾ എല്ലാവരും ഈ ഒരു സംശയം വളരെയധികം നന്നായി തന്നെ ചോദിക്കുകയും ചെയ്തു. പ്രേക്ഷകർ വളരെയധികം തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇതോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ വാർത്തയായി ഇത് മാറുകയും ചെയ്തു എന്ന് കൂടി നമുക്ക് പറയാം. ആരാധകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി തന്നെയാണ് ചോദിക്കുകയും ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ ആരാധകർക്ക് വളരെയധികം സ്നേഹം തുളുമ്പുന്ന ഒരു വാർത്തയാണെങ്കിൽ പോലും ആരാധകർക്ക് അത് മനസ്സിലാകുന്നുണ്ട് എന്നതാണ് ഏറ്റവും വലിയ സത്യം. എല്ലാവരും ഇപ്പോൾ താരിണിക്ക് പിന്തുണയാണ് നൽകുന്നത്. ഞങ്ങൾ ആദ്യം ഒന്ന് ഭയന്നു, മോള് ഞങ്ങളുടെ കാളിദാസനോ അല്ലെങ്കിൽ ജയറാമിൻ്റെയോ കുടുംബത്തിന് ചേരുന്ന ഒരു കുട്ടിയാണോ എന്നത്. എന്നാൽ അവരുടെ സംസ്കാരവുമായി ചേർന്നു പോയി അവർക്കൊരു സ്വന്തം മകളായി മാറാൻ നിനക്ക് സാധിച്ചു താരിണി എന്നാണ് എല്ലാവരും പറയുന്നത്. ഇതോടെ താരിണിയെ എല്ലാവരും അംഗീകരിക്കുകയായിരുന്നു. ഇപ്പോൾ പാർവതിയോടൊപ്പം ക്ഷേത്രങ്ങളിലും പൊങ്കാല അർപ്പിക്കാനും പൂജകൾക്കും ഒക്കെ ചക്കിയും കാളിദാസും എത്താറില്ലെങ്കിൽ പോലും കൃത്യമായി എത്തുന്ന ഒരു വ്യക്തിയായി മാറിക്കഴിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട താരിണി എന്ന് പറയാം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.